അസ്സലാമലൈക്കും, നമസ്കാരം. എന്തൊക്കെ മുത്തുമണിയുടെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല? എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കട്ടെ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ മെഷീൻ ചപ്പാത്തിയിൽ ആട്ട കുഴക്കുമ്പോൾ എന്തൊക്കെ ഇടുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിന് ആദ്യം കുറച്ച് ഉപ്പിടുക, കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. മെഷീൻ ചപ്പാത്തിക്ക് ഓയിൽ നിർബന്ധമാണ്. ഓയിലില്ലെങ്കിൽ അത് ഫ്രഷായിട്ട് കിട്ടൂല. അപ്പോൾ അതിന് കുറച്ച് ഓയിലും കുറച്ച് ഉപ്പും പിന്നെ നോർമൽ ചൂടുവെള്ളം കൊണ്ടാണ് നമ്മൾ ഈ ആട്ട കുഴക്കൽ കേട്ടോ. നോർമൽ ചൂടുവെള്ളം, അധികം ചൂടും പാടില്ല, ഇന്ന കുറച്ച് ചൂട് വേണേനും. അതേമാതിരി ചൂടുവെള്ളത്തിൽ കുഴക്കുന്നത്. ഒന്നും കൂടുതലൊന്നും ചേർക്കാനൊന്നുമില്ല. കുറച്ച് ഉപ്പും ഈ ഓയിലും മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മളെ നല്ല ഗോതമ്പ് പൊടിൻ്റെ ആട്ട കൊണ്ടുള്ള ചപ്പാത്തിയാണ് മെഷീൻ ചപ്പാത്തി. നല്ലൊരു ടേസ്റ്റിലെ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനമാണ്. രാവിലെയും ഉച്ചക്കും വൈകിട്ടൊക്കെ കഴിക്കാം. വേറെ മൈദ ഒന്നും ചേർക്കാത്ത ചപ്പാത്തിയാണ് കേട്ടോ. ചിലവരൊക്കെ മൈദ ഉണ്ടാവും ചപ്പാത്തിയിൽ. ഇത് മൈദ ഒന്നുമില്ല, ഫുള്ള് ആട്ട കൊണ്ടുള്ള ചപ്പാത്തിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും ചപ്പാത്തി. വേണ്ട, നമ്മൾ ആട്ടയ്ക്കൂടെ കുഴച്ച് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല പതന്നിരിക്കുന്ന ആട്ടയാണ്. ഇനി ആട്ട ഒന്ന് കട്ട് ചെയ്ത് ബോളൊക്കെ കട്ട് ചെയ്തെടുക്കണം. കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കൽ എങ്ങനെയാണെന്നല്ലോ ഒന്ന് നോക്കിക്കോളി കേട്ടോ. കുറച്ചൊക്കെ ആണെങ്കിൽ പിന്നെ കയ്യിൽ നമ്മൾ പൊറോട്ടക്ക് ബോൾ പിടിക്കുന്ന മാതിരി ബോൾ പിടിക്കുക. ഇത് കൂടുതലുള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ ബോൾ പിടിച്ചാലൊന്നും എത്തൂല. ചിലയിടത്തൊക്കെ പിന്നെ ബോൾ പിടിക്കുന്ന മെഷീൻ തന്നെ ഉണ്ട്. ബോൾ പിടിച്ചിട്ട് മെഷീനിൽ ചപ്പാത്തി ആയിട്ട് വരും. ഇതങ്ങനെയല്ല. ഇത് നമ്മൾ ബോൾ കട്ട് ചെയ്തിട്ട് ഓരോന്നോരോന്ന് എടുത്ത് വെച്ച് കൊടുക്കണം. അപ്പോഴുള്ളൂ ചപ്പാത്തി ക്ലിയറായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആണ്. അതൊന്ന് കണ്ടു വാങ്ങിക്കോളൂ എല്ലാവരും. ആട്ടയൊക്കെ കുഴച്ച് റെഡിയായി. അപ്പോൾ ഒരു 25 കിലോ ആട്ട ആദ്യം കുഴച്ചു. ഇനി ഒരു 25 കിലോനും കൂടി കുഴക്കാണ്ട്. ആട്ട കുഴച്ച് ഒരു 5 മിനിറ്റ് വരെ ഒന്ന് വെന്താക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതേമാതിരി ഓരോന്നോരോന്ന് നമ്മൾ പത്തിരിക്കൊക്കെ ഉരുളാക്കുന്ന മാതിരി ഉരുട്ടിയിട്ട് പിന്നെ അത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരേ മാതിരി വരും. ചിലപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ചിലതൊക്കെ ചെറുതും കുറച്ച് വലുപ്പമൊക്കെ ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവും. എന്നാലും പ്രശ്നമല്ല. പിന്നെ മെഷീനിലും ചപ്പാത്തി അടിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാ ചപ്പാത്തിയും ക്ലിയറായിട്ട് വന്നോളണമെന്നില്ല. ചിലതൊക്കെ ചെറുതായിട്ട് വരും. ബോള് ചെറുതാണെങ്കിൽ ചപ്പാത്തിയും കുറച്ച് ചെറുതാവും. പിന്നെ നമ്മളിവിടെ ഒരു മീഡിയം സൈസിലുള്ള ബോൾ വെച്ചിട്ട് മീഡിയം സൈസിലുള്ള ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്, കാറ്ററിങ്ങിലായതുകൊണ്ട്. കാരണം ഒരുപാട് കൂടുതൽ ഉണ്ടാക്കണ്ടല്ലേ. അപ്പോൾ പിന്നെ അതിനനുസരിച്ചുള്ള ചപ്പാത്തിയാണ്. ശരിക്കും സൂപ്പർ മാർക്കറ്റിലൊക്കെ ഈ ചപ്പാത്തി പാക്ക് ചെയ്ത് കിട്ടുന്നുണ്ട്. അതേമാതിരിയുള്ള മെഷീൻ ചപ്പാത്തി വലിയ കുറച്ചും കൂടി വലിപ്പം കൂടും. ഇത് പിന്നെ അത്രയൊന്നും വലിപ്പം ഉണ്ടാവില്ല, മീഡിയം സൈസിലുള്ള വലിപ്പമുള്ളൂ. അപ്പോൾ ബോളെല്ലാം കട്ട് ചെയ്ത് കുറച്ചൊക്കെ കട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മളവിടെ മെഷീനൊക്കെ ചൂടായി റെഡിയായി വരുന്നുണ്ട്. മെഷീൻ ചൂടായി കഴിഞ്ഞാൽ പിന്നെ ചപ്പാത്തി വെച്ചുകൊണ്ടിരിക്കുക. ഓരോന്നോരോന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്തിട്ട് ഇതും ഒരു 5 മിനിറ്റ് ഒന്ന് ബന്ധാക്കി വെക്കണം. ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയെങ്കിലുള്ളൂ ചപ്പാത്തിയും വലുതായിട്ട് ക്ലിയറായിട്ട് കിട്ടുള്ളൂ. കുറച്ച് ആട്ടപ്പൊടി ഇട്ടിട്ട് മിക്സാക്കി വെക്കുക, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ കൂടുതൽ കട്ട് ചെയ്ത് വെക്കുമ്പോൾ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതെല്ലാം റെഡിയായി. അപ്പോൾ ഇനി മെഷീനും ചൂടായിക്കണം. അപ്പോൾ വേണ്ട, ഇതാണ് നമ്മളുടെ മെഷീൻ ചപ്പാത്തി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെഷീൻ ചപ്പാത്തിയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്തു കൊടുക്കാൻ മറക്കരുത്. വീഡിയോ ഒന്ന് ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് നോക്കിക്കോളൂ. പുതിയ മുത്തുമണികളൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടനൊക്കെ ഒന്ന് ഹാൾന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കോളും.
നിങ്ങളെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളുണ്ട്. മെഷീൻ ചപ്പാത്തി എങ്ങനെയാണെന്നുള്ളതൊക്കെ എല്ലാവർക്കും ഒന്ന് കാണാമല്ലോ. കാണാത്തവർക്ക്, കണ്ടവർക്ക് ഇല്ല ഷെയർ ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളുണ്ട്. കൂടുതലായിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കണ്ടു ആയിക്കോട്ടെ. അപ്പോൾ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നുണ്ട്. അതുവരെ എല്ലാവരോടും ബൈ ബൈ. Dale.